ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമളാനിൽ ഒരിക്കൽ കൂടെ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടുവാനുള്ള സൗഭാഗ്യം നമുക്ക് കൈവന്നിരിക്കുകയാണ്. ഇബാദത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുവാനും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായി തീരുവാനുമുള്ള സമയവും സന്ദർഭവുമാണ് പരിശുദ്ധ റമളാൻ. ഇസ്ലാമിലെ ആരാധനകളുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് നൽകിയിട്ടുള്ള രണ്ട് ലോക ജീവിതത്തിനും, ഇഹലോക ജീവിതത്തിനും പരലോക ജീവിതത്തിനും അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്തുകളിലൊന്നാണ് ആരാധനകൾ. ആ ആരാധനകൾക്ക് സവിശേഷമായ ലക്ഷ്യവും പ്രത്യേകതയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. കേവലം ഒരു വ്യായാമം എന്നുള്ള നിലക്കല്ല, അല്ലെങ്കിൽ കേവലം നിർവഹിച്ചു പോകുന്ന ഒരു കടമ എന്നുള്ള നിലക്കല്ല ആരാധനകളെ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പം നമസ്കാരത്തെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞത്, നമസ്കരിക്കുന്ന മനുഷ്യൻ്റെ ശരീരം, മനസ്സ്, ചുറ്റുപാട്, ഇത് മൂന്നും ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വ്യക്തമായി പറഞ്ഞ 3 അടയാളങ്ങൾ മനുഷ്യരിൽ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള നമസ്കാരത്തെക്കുറിച്ച് ഖുർആൻ സൂചിപ്പിച്ചതവർ നാശത്തിലാണ് എന്ന് മാത്രമല്ല, വൈൽ എന്ന് പറയുന്ന നരകത്തിലെത്തിച്ചേരുമെന്നുകൂടെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ എത്തിച്ചേരുന്ന ആത്മാവില്ലാത്ത ആരാധനയിലൂടെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഖുർആൻ പറഞ്ഞതൊന്ന് യുറാഊൻ എന്നാണ്, പ്രകടനപരത. രണ്ടാമത്തത് വയംനഊനൽ മാഊൻ. അതാ ഞാൻ പറഞ്ഞത്, ആരാധനയുടെ വിശുദ്ധിയും തഖ്വയും മനുഷ്യനിൻ്റെ അല്ലെങ്കിൽ മനുഷ്യനിൽ മാത്രം പരിമിതമല്ല, അവൻ്റെ തഖ്വയുടെ ഫലങ്ങൾ ചുറ്റുപാടുകളിലൂടെ വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളതാണ്. നമസ്കാരത്തിൽ ഭക്തിയുള്ള ഒരു മനുഷ്യൻ അവൻ്റെ ചുറ്റുപാടുകളോട് പരോപകാരം ചെയ്യുന്നവനാണ്. പരിശുദ്ധ റമളാനിനെ കുറിച്ചും പ്രവാചകൻ പരിചയപ്പെടുത്തിയതാണ്, നിങ്ങൾ ഏറ്റവും നല്ല സംസാരിക്കുന്ന മനുഷ്യരാവുക. ഒന്ന്, റമളാനിൽ മനുഷ്യൻ ആർജിച്ചെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളും അതാണ്. അള്ളാഹുവിന് ഇഷ്ടവും അങ്ങനെ സംസാരിക്കുന്നവരെയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ നിങ്ങളോടൊരാൾ തർക്കിക്കുമ്പോൾ നിങ്ങൾ നോമ്പുകാരനാണെന്ന് പറയണം, നിങ്ങളെ ഒരാൾ ചീത്ത വിളിക്കുമ്പോൾ നോമ്പുകാരനാണെന്ന് പറയണം, നിങ്ങളോട് അനാവശ്യത്തിന് നിർബന്ധിക്കുമ്പോൾ നിങ്ങൾ നോമ്പുകാരനാണെന്ന് പറയണം. എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സംവാദം നടത്തുന്ന, ഏറ്റവും നന്നായി മനുഷ്യരോട് സംസാരിക്കാൻ പഠിക്കുന്ന, ഏറ്റവും നന്നായി പെരുമാറാൻ പഠിക്കുന്ന
ഒരു മഹത്വരമുള്ള വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്നത് പരിശുദ്ധ റമളാനിൻ്റെ ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ടാണ് മറിയം ബീവിയുടെ സമരത്തെ, അഥവാ ഒരുപാട് ആക്ഷേപങ്ങളും പ്രശ്നങ്ങളും കേൾക്കേണ്ടി വന്ന സമയത്തും അള്ളാഹു മറിയം ബീവിയോട് അവലംബിക്കാൻ പറഞ്ഞ സാമൂഹിക സമരമാർഗം സൗം ആയിരുന്നു. ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഞാൻ അള്ളാഹുവിൽ നോമ്പ് നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും മറുപടി പറയേണ്ടതില്ല, എല്ലാറ്റിലും ഇടപെടേണ്ടതില്ല. എനിക്കാവശ്യമുള്ള കാര്യത്തിൽ പറയേണ്ട സമയത്ത് പറയുക, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക, ആവശ്യമെങ്കിൽ ഇടപെടുക. അങ്ങനെ മനുഷ്യന്റെ സർവമാന അവയവങ്ങൾക്കും അള്ളാഹു ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളിലൂടെ മനുഷ്യൻ ജീവിക്കുവാൻ പഠിക്കുകയും ചുറ്റുപാടുകളോടും സമൂഹത്തോടും മനസ്സിനോടും കൂറുപുലർത്തുകയും ചെയ്യുന്ന നല്ല വ്യക്തികളായി തീരുക. അങ്ങനെ പെരുമാറുന്നവര് അള്ളാഹുവിനെ അറിഞ്ഞവരാണ്. എന്ന് പറഞ്ഞാൽ പടച്ചോനെ അറിയുക. അള്ളാഹുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഏത് ആംഗിളിൽ വേണമെങ്കിലും നമുക്ക് വിഷയത്തെ കൊണ്ടുപോകാം. അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഭക്തിയുള്ള ഒരു വിഷയമായി, അല്ലെങ്കിൽ കുറെ കൂടെ ആഴത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നൊരു വിഷയമാക്കുക. അള്ളാഹു നമ്മളോട് ചില കാര്യങ്ങൾ പറയാണ്. ഞാൻ റമളാനിൽ തന്നെ നിന്ന് സംസാരിക്കാം. പരിശുദ്ധ റമളാൻ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, നമ്മളോട് സംസാരിക്കുന്ന റമളാൻ കുറെ കാര്യങ്ങൾ നമ്മളോട് പറയും. ഒന്ന് ഞാൻ ഈ പറഞ്ഞതാണ്, നിങ്ങൾക്ക് നോമ്പ് നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നത് നിങ്ങളൊരു നല്ല സാമൂഹിക ബോധമുള്ള മനുഷ്യനാവുക എന്നുള്ളതാണ്. തഖ്വയുടെ രണ്ടാമത്തത് റമളാൻ പറയുന്നത് നിങ്ങൾ റബ്ബിനെ അറിയണം എന്നുള്ളതാണ്. റബ്ബിനെ എങ്ങനെ അറിയാം? റബ്ബിനെ അറിയാൻ റമളാനിന്റെ സവിശേഷതയെ അറിയുക എന്നുള്ളതാണ്. എന്താ റമളാനിന്റെ സവിശേഷത? ഒരൊറ്റ സവിശേഷതയാണ് റമളാനിനുള്ളത്. അതിനുശേഷമാണ് റമളാനിന്റെ സർവ പ്രത്യേകതകളും എടുത്തു പറയുന്നത്. അത് പരിശുദ്ധ ഖുർആനിന്റെ അവതരണമാണ്. അപ്പൊ റമളാനിനെ ഒരു മനുഷ്യൻ എങ്ങനെ അറിയും? ഖുർആനിനെ വായിക്കുന്നതിലൂടെ അറിയും. പരിശുദ്ധ ഖുർആനിനെ വായിക്കുന്നതിലൂടെ മാത്രമാണ് പരിശുദ്ധ റമളാനിനെ അറിയാൻ കഴിയുള്ളൂ. പരിശുദ്ധ ഖുർആനിനെ വായിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് അള്ളാഹുവിനെ അറിയാൻ കഴിയൂ. അള്ളാഹുവിൻ്റെ സവിശേഷതകളെ, അള്ളാഹു ഏതു മനുഷ്യർക്ക് രക്ഷ കൊടുക്കുന്നു, ഏതു മനുഷ്യരെ അള്ളാഹു ശിക്ഷിക്കുന്നു, ഒരു മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിൽ അവന്റെ നിലപാടെന്ത് ഇരിക്കട്ടെ, ഇതൊക്കെ റമളാൻ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി ഒരു ചോദ്യമാണ്, അതെന്നോടുള്ള ചോദ്യമാണ്, നമ്മളിലെ ഓരോരുത്തരോടുമുള്ള ചോദ്യമായി നാം ചോദിച്ചാൽ നമുക്ക് നന്നാവുന്ന ഒരു ചോദ്യമാണ്. അള്ളാഹു നൽകിയിരിക്കുന്ന പരിശുദ്ധ റമളാനിന്റെ സവിശേഷമായി അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥം, അള്ളാഹുവിനെ അറിയണമെന്ന് ഖുർആൻ പഠിപ്പിച്ച വേദഗ്രന്ഥം, ഈ റമളാനിൽ നമ്മൾ ആലോചിക്കുക. എത്രയോ റമളാൻ നമ്മളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇനി എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. ഇത് പൂർത്തിയാക്കുമോ എന്നും നമുക്ക് നിശ്ചയമില്ലാത്ത ഒരു ലോകത്ത് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ശരി, നമ്മളിൽ എത്ര ആളുകൾ പരിശുദ്ധ ഖുർആനിനെ രണ്ടർത്ഥത്തിൽ വായിച്ച് അള്ളാഹുവിനേക്ക് അടുത്തിട്ടുണ്ട്? ഒന്ന് തിലാവത്തുൽ ഖുർആനാണ്, ഖുർആനിന്റെ പാരായണം. അത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നുണ്ട്. നഷ്ടമല്ലാത്ത ഒരു കച്ചവടമെന്ന് സൂറത്തുൽ ഫാത്തിറിൽ അള്ളാഹു വിശദീകരിക്കുന്നുമുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഖുർആനിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാനെ അറിഞ്ഞു തുടങ്ങുന്നു, ആദ്യം വായിക്കുന്നു മനുഷ്യൻ. പരമകാരുണികനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങി അള്ളാഹുവിനെ വാഴ്ത്തി, അള്ളാഹുവിൻ്റെ കരുണാമൃതമായ ലോകത്തെയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെയും മനുഷ്യൻ വീണ്ടും വാഴ്ത്തി. അള്ളാഹുവിൽ
ഒരു നഷ്ടവും വരാത്ത ഒരു ദിനത്തെക്കുറിച്ച് അള്ളാഹു നമ്മളോട് പറഞ്ഞത് നാം ഓർത്തെടുത്തു. അള്ളാഹുവെ മാത്രം ആരാധിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുമെന്ന് ആവർത്തിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ കരാർ ചെയ്തു. നിന്റെ ശരിയായ മാർഗത്തിൽ എന്നെ നയിക്കണമെന്ന് അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. കോപിക്കപ്പെട്ടവരും ശപിക്കപ്പെട്ടവരുമായ സർവ വഴികേടുകളിൽ നിന്നും വിമുക്തമായ ഒരു വഴിയിലൂടെ നാഥ ഞങ്ങളെ കൊണ്ടുപോകണം എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. സൂറത്തുൽ ഫാത്തിഹ 17 തവണ